നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ സംഘടനകളും മറ്റു പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ വാഗ്ദാനം ചെയ്ത പുനരധിവാസ പദ്ധതികളുടെ വീടുകളുടെയൊക്കെ നിർമ്മാണം എവിടെ എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ വിവിധ പാർട്ടികളെ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഗസ്റ്റുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ജെയ്സി തോമസ് CPM-നെ പ്രതിനിധീകരിച്ച്, ഒപ്പം പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ നിഷാദ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഇപ്പോൾ ജെയ്സി തോമസും ഒപ്പം തന്നെ ഡോക്ടർ നിഷാദ് VM-ഉമാണ് ഉള്ളത്. എന്തായാലും നമുക്ക് ആദ്യം ആരിലേക്കാണ് സേഫ് ജെയ്ക്കിലേക്ക് പോകാം. ശ്രീ ജെയ്സി തോമസ്, DYFI ആദ്യഘട്ടത്തിൽ 25 വീടുകൾ പ്രഖ്യാപിച്ചു. അപ്പോൾ 20 കോടിയോളം രൂപ വന്നു എന്ന് VK സനോജ് പറഞ്ഞു. പിന്നീട് കൂടുതൽ തുക വന്നപ്പോൾ ഞങ്ങൾ അതിന്റെ എണ്ണം കൂട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ പണം സർക്കാരിനാണ് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഭാഗവാക്കാവുകയാണ് DYFI ചെയ്തത്. പക്ഷെ ആ പ്രവൃത്തി ഇങ്ങനെ അനന്തമായി ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ ആളുകൾക്ക്, ദുരിതബാധിതർക്ക് അത് കൊടുക്കാൻ പറ്റാതെ ഇതിങ്ങനെ നീണ്ടു പോകുന്നതിൽ DYFIക്ക് നിരാശയുണ്ടോ? ഒരിക്കലുമില്ല. എനിക്ക് തോന്നുന്നു വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇതിനോടകം ലൈവത്തോണെന്ന നിലയിൽ രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ചാണ് നമ്മുടെ വാർത്താ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ നിരാശാജനകമായ ഒരു അന്തരീക്ഷമല്ല അത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കുന്നവർ എന്ന നിലയിലല്ല. കേരളത്തിൽ ഒരു മലയാളി എന്ന നിലയിൽ മഹാദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടായ സമയത്ത് ദുരന്തങ്ങളിൽ തകർന്നു പോകാതെ, ദുരിതങ്ങളിൽ തോറ്റുപോകാത്ത ഒരു മനുഷ്യരുടെ നാടായി കേരളം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വസ്തുത. കാരണം എനിക്ക് തോന്നുന്നു അല്പനാളുകൾക്ക് പിറകിലാണ് മയ്യഴിയുടെ കഥാകാരൻ N. മുകുന്ദൻ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു പ്രതികരണം മാധ്യമങ്ങളിൽ വാർത്തയാവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു, 2 വാചകമേ ഉള്ളൂ: ലോകമെമ്പാടുമുള്ള മനുഷ്യ സമുദായത്തിൻ്റെ ഭൂപടം എടുത്ത് പരിശോധിച്ചാൽ ഭാഗ്യം സിദ്ധിച്ചവരാണ് മലയാളികൾ. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നു, വർഗീയ കലാപങ്ങൾ, കൂട്ടപലായനങ്ങൾ, മഹാദുരന്തങ്ങൾ, ദുരിതങ്ങൾ, ഇതിനെയൊക്കെ അനിവാര്യ ദുരന്തമെന്നതുപോലെ സ്വീകരിക്കേണ്ട വരുന്ന മനുഷ്യരുടെ പട്ടികയിൽ മലയാളി ഇല്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പക്ഷേ 2018 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിച്ചാൽ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു തുടർച്ച, 18ലും 19ലും ഉണ്ടായിട്ടുള്ള പ്രളയങ്ങൾ, നിലമ്പൂരിലും പുത്തുമലയിലും വയനാടും ഉണ്ടായിട്ടുള്ള തുടരനുഭവങ്ങൾ, ഇത്തരം കാര്യങ്ങളെ നമുക്ക് നേരിടേണ്ടതായി വന്നു. ശത്രു രാഷ്ട്രത്തോടെന്നതുപോലെ നിർഭാഗ്യവശാൽ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് കേരളത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നുണ്ട് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു. അങ്ങ് സൂചിപ്പിച്ചതുപോലെ കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും അനുഭവത്തിൽ DYFI എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിച്ച ഒരു മാർഗമുണ്ടായിരുന്നു. അത് ഒരാളുടെയും കയ്യിൽ നിന്നൊരണാ പൈസ റസീദ് എഴുതി കൊടുത്ത് പാർട്ടി ഓഫീസിൻ്റെ സംഭാവന പിരിക്കുന്നത് പോലെ ആ നിലയിൽ പണം സ്വീകരിക്കാതെ അധ്വാനത്തെ വിൽക്കുക, പഴകിയ മാലിന്യങ്ങളെ ശേഖരിക്കുക, പാത്രം ശേഖരിക്കുക, കല്ല് പെറുക്കുക, മണ്ണ് ചുമക്കുക, അങ്ങനെ മനുഷ്യാധ്വാനത്തിൻ്റെ സമസ്ത വഴികളിലൂടെയും DYFI എന്ന കേരളത്തിലെ മഹാപ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തകരെ നടത്തിക്കുക. അതിൻ്റെ പ്രതിപകരമെന്ന പോലെ കേരളത്തിലെ വിവിധ വിഭാഗം മനുഷ്യർ എന്തു നൽകുന്നോ അത് വയനാടിൻ്റെയും ആത്യന്തികമായി കേരളത്തിൻ്റെയും പുനർനിർമ്മാണത്തിനായി സംഭാവന ചെയ്യുക. എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ അനുഭവങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കാം നന്മ പറ്റിയിട്ടില്ലാത്ത വിവിധ വിഭാഗം മലയാളികൾ, അതിൽ ഇടതുപക്ഷത്തോട് അനിതര സാധാരണമായ രാഷ്ട്രീയ വിയോജിപ്പും വെറുപ്പുമുള്ളവരുണ്ടായിരിക്കാം, ഇടതുപക്ഷം ഇവിടെ ഉണ്ടാകാനേ പാടില്ല എന്ന ആശയഗതിയുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ മലയാളിയുടെ അതിജീവനത്തിനായി DYFI അധ്വാനം വിൽക്കാൻ തയ്യാറായപ്പോൾ ലോകമെമ്പാടുമുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി 20 കോടിയിലധികം വരുന്ന തുകയാണ് വയനാടിനായി ആത്യന്തികമായി കേരളത്തിലെ മനുഷ്യരുടെ അതിജീവനത്തിനായി സംഭാവന ചെയ്യപ്പെട്ടത്. അങ്ങയുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് അനന്തമായി നീളുന്നുണ്ടോ, ഇതിൽ നിങ്ങൾക്ക് നിരാശയുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾ അനന്തമായി നീളുന്നില്ല, ഞങ്ങൾക്ക് നിരാശയില്ല എന്ന് മാത്രമല്ല, ഏതു ദുരിതത്തെയും ദുരന്തത്തെയും അതിജീവിക്കാൻ മലയാളിയുടെ ഐക്യബോധം ഇനിയും മഹാപർവ്വതം പോലെ മലയാളിയെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരുടെ രാഷ്ട്രീയത്തിന് മുമ്പിൽ ശിരസുയർത്തി പിടിച്ചു നിൽക്കും എന്ന അഭിമാന ബോധം തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞതൊക്കെയാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരു കാര്യങ്ങളാണ്. മലയാളിയുടെ ഐക്യബോധം, ഈ ദുരന്തം ഉണ്ടായപ്പോൾ മലയാളി എങ്ങനെ പ്രതികരിച്ചു, കേന്ദ്രം കാണിച്ച അവഗണനയ്ക്ക് അപ്പുറത്ത് നമ്മൾ എത്രത്തോളം ഒറ്റക്കെട്ടായി നിന്നു, 772 കോടി സമാഹരിച്ചത് അത് മലയാളിയുടെ മിടുക്ക് തന്നെയാണ്, ആരും മറക്കുന്നില്ല. എന്നാൽ അന്ന് ഒത്തൊരുമിച്ച് നിന്ന മലയാളിയുടെ മിടുക്കിനെ സപ്പോർട്ട് ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് എത്രത്തോളമായി എന്നുള്ളതാണ്. ഒരു വർഷം പിന്നീട് അതിന് 2-3 ദിവസം കൂടിയുള്ളൂ. ആ
ഒരു ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ഒരു മാതൃകാ വീട് അത് മുഴുവനായിട്ടും തയ്യാറായി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മറ്റ് പണികൾ കൂടി ഇനി പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ഒരു സമയബന്ധിതമായി ഇത്ര സമയത്ത് ഒരു നവംബർ ഡിസംബർ ഈ വർഷം കഴിയാനിരിക്കുകയാണ്. അപ്പോൾ ഈ ദുരന്ത ബാധിതരോട് ഈ ഒരു വർഷത്തിലേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ഓർമ്മകളിലൊക്കെ വിങ്ങി നിൽക്കുന്നവരാണ്. അവരോട് എന്താണ് സർക്കാരിന് പറയാനുള്ളത്? എപ്പോഴേക്ക് നിങ്ങൾക്ക് ആ വീട് നൽകാൻ കഴിയും എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഒരു ഘട്ടത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ടോ? അവർക്ക് വേണ്ടത് അത്തരം ഉറപ്പുകളാണ്. അത് നൽകാൻ കഴിയുന്ന ഘട്ടത്തിലാണോ നമ്മളിപ്പോൾ? തീർച്ചയായിട്ടും ഞാൻ ആ മറുപടിയിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. 25 വീടായിരുന്നു ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐ ഇത്തരമൊരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി, പ്രതിപക്ഷ വിവിധ ധാരകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരുടെയൊക്കെ യോഗം വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരല്പം അതിശയോക്തി നിറച്ചതായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, ഇത് നേരിയ വീട് പോരാ, സാധാരണഗതിയിൽ നമ്മൾ നിർമ്മിച്ചു നൽകാൻ ആഗ്രഹിക്കുന്ന സ്വഭാവത്തിലുള്ളൊരു ഭവനം പോരാ, ഇത് അന്തർദേശീയ നിലവാരമുള്ള ഒരു മാതൃകാ ടൗൺഷിപ്പ്, ഒരു അതിജീവന കേന്ദ്രമായിരിക്കണം വയനാട് ഉയർന്നു വരേണ്ടത്. 20 ലക്ഷം രൂപ കുറയാതെ ചെലവഴിക്കേണ്ട ഒരു വീട്, അങ്ങനെ 408 പേർക്ക്, ഗുണഭോക്തൃ പട്ടികയിൽ ആദ്യം ഇടം നേടിയ 408 പേർക്ക് 20 ലക്ഷം രൂപയിൽ കുറയാത്ത അന്തർദേശീയ സ്വഭാവത്തോടു കൂടെയുള്ള 1000 സ്ക്വയർ ഫീറ്റ് ഫ്ലോറിൽ കുറയാതെയുള്ള അതിജീവന കേന്ദ്രം വേണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ആ നിലപാടിനോട് യോജിച്ചു നോക്കുമ്പോൾ 100 വീടാണ് 20 കോടി രൂപയ്ക്ക് ഞങ്ങൾക്ക് നിർമ്മിച്ച് നൽകാനാവുക. ആ തുകയാണ് സർക്കാരിന് കൈമാറിയത്. അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോൾ ഒരു വർഷത്തേക്ക് എത്തുന്നു. ഈ പുനരധിവാസ പദ്ധതി ഇങ്ങനെ നീണ്ടുപോവുകയല്ലേ? എങ്ങനെയാണ് ഇത്തരമൊരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്? കാര്യങ്ങളെ അതിൻ്റെ വേരുകൾ വിശകലനം ചെയ്യുന്ന എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 2024 ഡിസംബർ മാസം 27-ാം തീയതിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് എൽസ്റ്റൺ സ്റ്റേറ്റിന്റെ അവകാശവാദത്തെ തള്ളിക്കൊണ്ട് സർക്കാരിന് ദുരന്തബാധിതർക്കായി ഇത്തരമൊരു ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള ഭൂമി ഏറ്റെടുക്കാനുള്ള അന്തിമ അനുമതി ലഭിക്കുന്നത് 2024 ഡിസംബർ 27-ാം തീയതിയിലാണ്. അതിന്റെ തുടർച്ചയിൽ ആ കേസ് പിന്നീട് സുപ്രീം കോടതി വരെ പോയി. പക്ഷേ സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ടേക്ക് പോയി. മാർച്ച് മാസം 27-ാം തീയതി വ്യാഴാഴ്ചയാണ് ഈ അന്തർദേശീയ നിലവാരമുള്ള മാതൃകാ ടൗൺഷിപ്പിന് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തറക്കല്ലിടുന്നത്. അന്ന് തറക്കല്ലിട്ടപ്പോൾ പ്രഖ്യാപിച്ചത് ഗുണഭോക്തൃ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള 407 കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപയിൽ കുറയാതെയുള്ള വീടുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം ഹെൽത്ത് സെന്റർ, മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രം, വൈദ്യുതി, കുടിവെള്ള സൗകര്യങ്ങൾ, സ്കൂളുകൾ അടക്കമുള്ള ഒരു ടൗൺഷിപ്പായി ഇതിനെ ഉയർത്തുമെന്നും അതോടൊപ്പം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തന്നെ ഇപ്പൊ സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഇതിനോടകം ഡിസംബർ ജനുവരി മാസത്തോടകമാണ് ഇത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. മാതൃകാ വീടിന്റെ നിർമ്മാണം ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് അങ്ങയുടെ തന്നെ മാധ്യമ സ്ഥാപനം അവിടുത്തെ ചില വ്യക്തികളുടെ പ്രതികരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇനി ഈ ഗുണഭോക്താക്കൾക്കാകെ മാതൃകാ വീട് സന്ദർശിച്ച് അവിടെ എന്തൊക്കെ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് അവർക്ക് പുതുതായി സമർപ്പിക്കാനുണ്ട്, അതിനെ ആവശ്യത്തിന് ഉതകം വിധം പരിശോധിച്ച് ആ നിലയിൽ കൂടെ ഉൾക്കൊണ്ടേണ്ടത് പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഫൗണ്ടേഷൻ പൂർത്തീകരിച്ചിരുന്നത് ബാക്കി 408 വീടുകളുടെ ആ ഫൗണ്ടേഷൻ പൂർത്തീകരിച്ച 408 വീടുകളിൽ ദുരന്തബാധിതരുടെ പുതിയ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പരിഗണനീയമാകേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ സ്വീകരിച്ചുകൊണ്ട് ജനുവരി മാസത്തോടുകൂടി ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇതോടൊപ്പം കാണേണ്ടത് 107 കുടുംബങ്ങൾ ഈ സർക്കാർ പുനരധിവാസ പദ്ധതിയിൽ നിന്ന് വിട്ടുമാറി നിന്നവരുള്ളവരാണ്. ആ 107 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഏതാണ്ട് 16 കോടിയിലധികം വരുന്ന തുക ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. 10,000 രൂപ വീതം 1063 കുടുംബങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കൈമാറിയിട്ടുണ്ട്. അങ്ങയുടെ തന്നെ മാധ്യമ സ്ഥാപനത്തിന്റെ അവിടുത്തെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിമാസം 6,000 രൂപ വാടക നൽകിക്കൊണ്ട് കിടപ്പ് രോഗികളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് വരെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിയായിട്ടുള്ള ശരാശരി 300 രൂപ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പുനരധിവാസ പദ്ധതി മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മറ്റു പലയിടങ്ങളിലും കാണുന്നത് പോലെ ദുരന്തത്തിനിരയായ മനുഷ്യന്മാരെ ചതിച്ച് അവരെ പടുകുഴിയിലേക്ക് തള്ളിക്കളയുന്ന ഒരു സമീപനമല്ല കേരളം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ മറ്റേതു സംസ്ഥാനത്തിനും അനുകരണീയ മാതൃക എന്നതുപോലെ സ്വീകരിക്കാൻ കഴിയുന്ന അതിമഹത്തായ മനുഷ്യത്വപൂർണമായ ഒരു ദുരന്ത അതിജീവന അനുഭവമാണ് വയനാട് വഴി സർക്കാർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.